ജി സുധാകരന്റെ വെളിപ്പെടുത്തലാണ് താൻ മോദി ഭക്തനാണെന്ന മട്ടിൽ നടക്കുന്ന കുപ്രചരണങ്ങൾ ജനം തള്ളുമെന്നും ജി സുധാകരൻ പറഞ്ഞു. എക്കാലവും മോദിയുടെയും വലതുപക്ഷത്തിന്റെയും വിമർശകനാണ് താൻ. ഫാസിസ്റ്റ് പ്രവണതയുള്ള ഏകാധിപതിയായ മോദിയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. അതേസമയം BJP ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ്. ശത്രുവിന്റെ ശക്തി അറിഞ്ഞ് തന്ത്രങ്ങൾ നടപ്പിലാക്കണമെന്നും സുധാകരൻ പറഞ്ഞു. ആ ത്രികോണ മത്സരത്തിലല്ലേ ഇവർക്ക് 15%, 12% വോട്ട് കിട്ടുന്നത്. ഏതോ ഒരു സ്ഥലത്ത് പാർലമെന്റിൽ അവർക്ക് 23% കിട്ടി. ഒരു സമയത്ത് 21-23% വോട്ട് കിട്ടി. ആലപ്പുഴയിൽ പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിൽ ആലപ്പുഴ പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലായിരുന്നല്ലോ. 1,87,000 നിന്നാണ് ഈ 2,99,000 കുതിക്കുന്നത്. അതെ അതെ, പക്ഷെ അത് 50,000-60,000 1,85,000. അതാ. അപ്പൊ അവരൊക്കെ അടിത്തറ നേരത്തെ ഉണ്ട്. 5,000, 10,000, 25,000, 30,000 പലതരത്തിലാണ് അസംബ്ലി സീറ്റിലെ വോട്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ്. അവർ പണ്ടും ഇവിടെയുണ്ട്. ഒരു 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 1977 ശേഷം BJP എല്ലാ അസംബ്ലി മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട്. 5,000, 6,000 കിട്ടിയ കാലമുണ്ട്, അവർക്ക് 3,000 കിട്ടിയ കാലമുണ്ട്. അത് വളർന്ന് 10, 15, 20, 25, 35 ഇങ്ങനെ പലതരത്തിലായിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെല്ലാം കുറച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടവരവിടെ വോട്ട് കുറവായതുകൊണ്ട് BJPയുടെ ഹിന്ദു കമ്മ്യൂണലിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയെ വില കുറച്ച് കാണുന്നത്. അതിൻ്റെ കൂടെ വോട്ട് കുറേ ഐഡിയോളജി വളരെ പവർഫുള്ളാണ്. ആ ഐഡിയോളജി രാജ്യത്തെ ഡോമിനൻ്റായി നിൽക്കുന്നു. കാരണം രാജ്യത്ത് CPM കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ശക്തമാണെങ്കിൽ നമുക്ക് പിന്തുണ കുറവാണ്. അവരുടെ ഐഡിയോളജി റിട്രോഗ്രസീവാണ്. അതായത് പിന്തിരിപ്പനാണെങ്കിൽ അതിന് പിന്തുണ കൂടുന്നു. കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വർഗീയതയ്ക്കെതിരായി ചിന്തിപ്പിക്കാതെ 10-40 വർഷം ഭരിച്ച് വർഗീയതയും ജാതിയെല്ലാം ഉപയോഗിച്ച് ഭരിച്ച് കുളവാക്കി ഇട്ടുനിന്നാണ് ഇവർ വളർന്നത്. കോൺഗ്രസ്സാണ് വളക്കൂടുള്ള മണ്ണ് BJPക്ക് ഉണ്ടാക്കിയത്. ഫൈറ്റ് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അടക്കി നിർത്തിയില്ലേ? ദീർഘകാലം അടക്കി നിർത്തിയില്ലേ? പറ. കോൺഗ്രസ്സാണ് വളർത്തിയത്. അവർ തിരുത്തുന്നുണ്ടോ? അടിയന്തരാവസ്ഥ പോലുള്ള ആ കാര്യങ്ങൾ തെറ്റായി പോയെന്ന് പരസ്യമായിട്ട് പറയുന്നുണ്ട്. പറയണ്ടേ? നരേന്ദ്രമോദിയെ കുറെ കൂടെ ആക്ഷേപിക്കണമെന്നൊക്കെ ചെല്ലും. അത് തീവ്രവാദപരമായി ചെന്നേ. നമ്മൾ ആക്ഷേപിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അയാൾ പ്രധാനമന്ത്രിയാണ്. ആക്ഷേപമല്ല. അയാളെ ഞാൻ ജനാധിപത്യത്തിലെ ഏകാധിപതി എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? ഇതെനിക്ക് പറയണം. ആ കാഴ്ചപ്പാട് ചോദിച്ചപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അയാളെ ജനാധിപത്യത്തിലെ ഏകാധിപതി എന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. 400 സീറ്റ് കിടക്കുന്ന അഹങ്കാരമായിരുന്നു ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതുകൊണ്ടാണ് സീറ്റ് പോയത് കുറേ. കാരണം ഇയാളുടെ ഈ അഹങ്കാരം പ്രതിപക്ഷവും കുറച്ചുകൂടി ജാഗ്രതയായി. 3-2 ഭൂരിപക്ഷം പോലെ അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ 400 പ്രതിപക്ഷം വേണ്ട? ശക്തമായി ഞാൻ പറഞ്ഞു. അവരുടെ രാജ്യരക്ഷാ നയങ്ങളെല്ലാം പാളി. ഇപ്പോഴും നമ്മൾ 9 പിൽഗ്രിംസ് വെടിയേറ്റ് മരിച്ചു. കംപ്ലീറ്റ് പാളിച്ചയാണ്. ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ഈ 5 വർഷം. ഇനി ഭരണഘടനാ ഭേദഗതി എന്നൊക്കെയുള്ള ചിന്തയങ്ങ് ഭരണത്ത് വെച്ചാൽ മതി. ഇത്തവണ ഉണ്ടാവില്ല, അടുത്ത തവണ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു.